ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ ഞാൻ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എന്തൊരു സന്തോഷമായി എന്നറിയോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അത് ഈ പ്രാവശ്യം ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഇത്തിരി കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ കാണുന്ന ഒരു രോഗമാണ് ജീവിതശൈലി രോഗം എന്നല്ലേ പറയുക. എന്തെന്ന് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എന്നൊക്കെ പറഞ്ഞാലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരണത് എന്ന് വെച്ചാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയണത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കുറയ്ക്കുക, അത്ര തന്നെ ഉള്ളൂ കാര്യം അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ അരിയിലാണ്. അരി, ഗോതമ്പ് ഇതിലൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ പ്രോട്ടീനൊക്കെ ഉള്ള ആഹാരം എടുക്കുക. കുറച്ച് വേണം കേട്ടോ കാർബോഹൈഡ്രേറ്റ്, പിന്നെ പ്രോട്ടീന്, അതുപോലെ തന്നെ മറ്റുള്ള പോഷകാംശങ്ങളൊക്കെ ഉള്ള ഭക്ഷണം ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അമിതമായ വണ്ണം കുറയ്ക്കാനും അമിതമായ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ റാഗി തുടങ്ങിയ മില്ലറ്റുകളും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാമെന്നാണ് ഡോക്ടർ പറയണത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ, അയേൺ കൂടുതലുള്ള, പ്രോട്ടീനും ഉള്ള നല്ല ഒരു ദോശ ഉണ്ടാക്കാം. എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഒരു അര ഗ്ലാസ് റാഗി ഇതിലിട്ടു. അതുപോലെ തന്നെ അര ഗ്ലാസ് ചെറുപയറിടാം. ചെറുപയർ പ്രോട്ടീൻ്റെ കലവറയാണല്ലോ അല്ലേ, മറ്റത് അയേണിൻ്റെ കലവറ. പിന്നെ നമുക്ക് അതിൽ ഇത്തിരി ഒരു മയമൊക്കെ കിട്ടാനായിട്ട് ഉഴുന്ന് ഇത്തിരി മതി, ഇത്ര മതി ഉഴുന്നിട്ട് ഒരു അരവാളം മാത്രം. നന്നായിട്ട് കഴുകണം ഇത്. പിന്നെ റാഗിയിൽ ഇത്തിരി ഉമി പോലെ, അതായത് റാഗിയുടെ ചെടിയിൽ നിന്ന് ഉണ്ടാകുന്ന പൂവൊക്കെ ഉണ്ടല്ലോ, പൂവ് ഉണ്ടാകും, ചിലപ്പോൾ പൊടി ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വെക്കാം കേട്ടോ. ഒരു 6-7 മണിക്കൂറെങ്കിലും ഇത് കുതിരണം. എന്നിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് കുതിരട്ടെ. എന്നിട്ട് പിന്നെ ഈ വെള്ളം തന്നെ ചേർത്ത് നമുക്ക് അരച്ചാൽ മതി. അത് ഇങ്ങനത്തെ 5-8 മണിക്കൂർ അല്ലെങ്കിൽ 6-7-8 മണിക്കൂർ നമുക്ക് കുതിർത്തിയതിന് ശേഷം അരയ്ക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടിരിക്കണത് കുതിർന്നു കേട്ടോ. ചെറുപയറും റാഗിയും ഇത്തിരി ഉഴുന്നും നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ അരയ്ക്കാം കേട്ടോ. മിക്സിയിലിടാം. അങ്ങനെ അതിട്ടു. ഇനി നമുക്ക് ആ ഇത്ര വെള്ളം തന്നെ മതി കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം, അത്രേ ഉള്ളൂ. അരയ്ക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ച് കഴിഞ്ഞു. ഇതിലേക്ക് പകർത്താം. ഇതാ ഇത്രേ ഉള്ളൂ. ഇന്നൊക്കെയുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നാളേക്ക് വയ്ക്കാനില്ല. ഇതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടു കേട്ടോ. ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടാലും മതിയായിരുന്നു. ഞാനിപ്പോൾ അരച്ചതിന് ശേഷം ഇട്ടത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ ഇളക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പാകത്തിനാണ് നല്ല മാവ്. പുളിക്കൊന്നും വേണ്ട. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തിയാണ്. ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒരെണ്ണം, കറിവേപ്പില എല്ലാം കൂടി നമുക്ക് ഒരു നല്ല ചമ്മന്തി അരയ്ക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വേഗം നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും സവാളയും എല്ലാം നുറുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്കിടാം. പച്ചമുളകൊന്ന് കീറിയിടാം. അല്ലെങ്കിൽ ചൂടാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. പൊട്ടിച്ചിട്ടാൽ പൊട്ടിത്തെറിക്കില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. കറിവേപ്പില ഇടാം കേട്ടോ ഫസ്റ്റ് തന്നെ.
ഇനി ഒന്ന് ഇളക്കാം. ഒരു 3-4 മിനിറ്റ് 3-5 മിനിറ്റ് ഇളക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്ന് വഴന്ന് കിട്ടുള്ളൂ. കുറച്ച് നേരം അങ്ങനെ ഇളക്കി ഒരുവിധം വഴന്ന് കഴിഞ്ഞാൽ തക്കാളി ഇടാതിരിക്കും. തക്കാളിയും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഒരു വിധമായിട്ടുണ്ട് തക്കാളി ഇടാൻ. നമുക്ക് തക്കാളി വേവണ്ടേ, എല്ലാം ഇട്ടു. ഇങ്ങനെ ഇളക്കാം. ഒരു 3-4 മിനിറ്റ് തന്നെ വേണ്ടി വരും ഇട്ടതാവാനായിട്ട്. എനിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. മതി, ഇത്രയും മതി. നമുക്കത് പകർത്തി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇളക്കാം. ഒരുവിധം വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് പകർത്തി വയ്ക്കാം കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില അതിൻ്റെ അടിയിലിടാം കേട്ടോ, ഒന്ന് വാടിക്കോട്ടെ. ചൂടുള്ള ഇത് ചെല്ലുമ്പോൾ മല്ലിയില ഒന്ന് വാടിക്കിട്ടും. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ചൂടാറുമ്പോൾ അരയ്ക്കാം. കണ്ടോ, ചൂടാറട്ടെ. 2 ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് ചൂടാറും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്ക് ദോശ കഴിക്കാം. ദോശത്തട്ട് വെച്ചു. മാവ് നല്ല പാകമാണ്. പുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഒത്തിരി നേരമായിട്ടുള്ളൂ, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കാം തുണി കൊണ്ട്. അധികം എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് മതി. ദോശത്തട്ട് ഇപ്പോൾ ചൂടായി. ആദ്യത്തെ ദോശ ഒഴിച്ചു. ഇങ്ങനെ പരത്താം. നമ്മൾ ഇഷ്ടംപോലെ റാഗി ദോശ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് റാഗി കൂടെ വേറെ 2 സാധനം കൂടി ഉണ്ട് അല്ലേ? ഇത്രേ ഉള്ളൂ. അന്ന് നമ്മളിതിൽ ചോറൊക്കെ ഇട്ട് അരയ്ക്കാറുണ്ടായിരുന്നു. ഇതിൽ എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അതിനിടയിൽ കൂടെ ദോശ മറിച്ചിടാം. ചമ്മന്തി അരച്ച് കഴിഞ്ഞു. പെട്ടെന്നാണ് ആക്കണത് കേട്ടോ. നോക്കൂ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശ ആയിട്ടുണ്ട് കേട്ടോ. അധികം ക്രിസ്പി ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ദോശയാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. സോഫ്റ്റ് ദോശ വേണ്ടവർക്ക് സോഫ്റ്റായിട്ട് തന്നെ എടുത്തു കൊടുക്കാം. എനിക്കിഷ്ടം ഡ്രൈ ആട്ടോ. നോക്കൂ, ഇത് ക്രിസ്പിയാണ്. ഇതാണ് ഞാൻ കഴിക്കണത്. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ എല്ലാവരും ദോശ കഴിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ രാവിലത്തെ കഥ കേട്ടോ. നോക്കൂ, രാവിലെ ഇവർ കിടന്നുറങ്ങണുണ്ടോ. നമ്മൾ ഷൂറാക്കുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു തുണിയൊക്കെ ഇട്ട് അവർ സുഖമായിട്ട് കിടന്നുറങ്ങണുണ്ട. എണിക്കണമൊന്നുമില്ല. വായൽ അതിൻ്റെ വെള്ളം നമ്മുടെ വായലിക്ക് വരും, നമ്മുടെ മേത്തേക്ക് വരും കേട്ടോ. എനിക്ക് പൂച്ചേ. ഇനി ഞാൻ ചൂലെടുത്തിട്ട് മുറ്റടിക്കാൻ പോയതാ. അപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ടു. നമ്മുടെ കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതിന്മേൽ മഞ്ഞ പൂവ് ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ ഇത്? ഇപ്പോൾ നോക്കിയപ്പോൾ നിറയെ പൂത്തിരിക്കണു. കണ്ടോ, മുട്ടിട്ട് നിറച്ച്. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. നോക്കൂ, ഇപ്പുറത്ത് കണ്ട, ഈ മതിലിൻ്റെ ഇപ്പുറത്ത് ഇതാ നോക്കൂ, കണ്ട. ഓ, എന്ത് രസാ. അയ്യോ, ഉണ്ടോ? നോക്ക് ഇതിന് കണ്ടാ, നിറയെ ആവൂട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇത് മുഴുവൻ വിടരുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കണ്ടായിരുന്നേ. അപ്പം ഞാൻ അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ പോയത്. അപ്പോഴാണ് ഈ പൂവ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. രാജനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ആ വീഡിയോ ഒന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞു. ഇത് മുഴുവൻ അങ്ങോട്ട് വിരിയുമുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ട, നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഞാൻ നോക്കിയപ്പോഴേ ഇല ഇങ്ങനെ കൊഴിഞ്ഞിറക്കണ്ടേ. അപ്പോൾ ഇവിടെ പൂവുണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ?
നോക്കി കണ്ടാ ഇങ്ങോട്ട് അടുപ്പിച്ച് നോക്ക് മുട്ട 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 കുറച്ച് മുട്ട കണ്ടാ ഇതൊക്കെ മുട്ട കണ്ടാ എല്ലാ മുട്ട അതൊക്കെ മുട്ട പക്ഷെ അടുപ്പിച്ച് നോക്കി ചേട്ടാ എന്ത് രസമല്ലേ അയ്യോ നമ്മൾ വെച്ച് പൂവുണ്ടാവാ എന്തുണ്ടാവാത്ത എന്ന് വെച്ചിരിക്കുക കണ്ടാ കണ്ടാ ഒക്കെ മുട്ട തന്നെയാ ഹായ് കാണുന്ന മുഴുവൻ മുട്ട അതൊക്കെ മുട്ട ഇവിടെ വൃത്തിയാക്കിക്കണോട്ടൊന്ന് അതൊക്കെ മുട്ടാണ് മുഴുവൻ ഓ എന്ത് ദൈവമേ എന്ത് രസാല കംപ്ലീറ്റ് മുട്ട അതൊക്കെ മുട്ട 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 ഇതൊക്കെ മുട്ട ഇത് മുഴുവൻ മുട്ട ഇവിടെ കുറച്ച് ഇങ്ങനെ അത്തയാലിയുണ്ട് അവിടെ ഉണ്ടോ മുട്ട അവിടെ കണ്ടോ എന്തൊക്കെ കാണുമ്പോൾ കണ്ടു കണ്ടു കോഴി ഞാനാക്കുമ്പോൾ കോഴി എന്നിട്ട് പോവേ ഈ ചെടിയുടെ പേര് കാറ്റ്സ് ക്ലോ എന്നാണ്. കാറ്റ് വെച്ചാൽ പൂച്ചയല്ലേ, ക്ലോ വെച്ചാൽ നഖം, പൂച്ചയുടെ നഖം പോലെയാണ്. അപ്പോൾ അതിങ്ങനെ മുള്ളു പോലെയാണ്. ഇഷ്ടമായോ വീഡിയോ?